പറയുന്ന ചാപ്റ്ററിലത്തെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ബേസ് റേഡിയസ് ഓഫ് എ സോളിഡ് മെറ്റൽ കോൺ ഈസ് 12 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 18 സെൻറ്റിമീറ്റേഴ്സ്. നമ്മളുടെ കയ്യിലൊരു കോണുണ്ട്, വൃത്തസ്തൂപിക. ഈ വൃത്തസ്തൂപികയുടെ പാദ ആരം 12 സെൻറ്റിമീറ്ററും ഉയരം 18 സെൻറ്റിമീറ്ററും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു സ്പിയേഴ്സ് ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. അതിനുശേഷം ഈ ഒരു രൂപത്തിനെ ഉരുക്കിയിട്ട് നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അത് സ്പിയേഴ്സായിട്ട് ഗോളങ്ങളാക്കിയിട്ടാണ് മാറ്റുന്നത്. ആ ഗോളത്തിൻ്റെ സ്പിയറിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് എനിക്കൊരു ഫിഗർ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ കയ്യിൽ ഇതാ ഒരു കോണുണ്ട്, സോളിഡ് കോൺ. അപ്പോൾ ഈ കോണിൻ്റെ ബേസ് റേഡിയസ് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണെന്നും നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ മെൽറ്റ് ചെയ്തു, ഉരുക്കിയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന രൂപങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞിയ സ്പിയേഴ്സാണ്. നോക്കിയ സ്പിയേഴ്സ്, അതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് പറഞ്ഞിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ചെറിയ ചെറിയ സ്പിയേഴ്സാണ് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ചെറിയ ചെറിയ സ്പിയേഴ്സ് 3 സെൻറ്റിമീറ്റർ, എല്ലാത്തിൻ്റെയും റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഇത് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് n നമ്പർ ഓഫ് കുഞ്ഞു കുഞ്ഞിയ സ്പിയേഴ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഓരോ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം, എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത്. ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ വോള്യൂം ഓഫ് കോൺ? കോണിൻ്റെ, ഈ തന്നിരിക്കുന്ന കോണിൻ്റെ വോള്യൂം എന്താണ്? വോള്യൂം ഓഫ് കോൺ ആയ കാരണം ഞാൻ അവിടെ VC എന്ന് കൊടുക്കുന്നുണ്ട്. വോള്യൂം ഓഫ് കോൺ കാണാനുള്ള ഇക്വേഷൻ ആദ്യം അറിഞ്ഞിരിക്കണം. 1/3 ഇൻറ്റു പൈ ഇൻറ്റു r സ്ക്വയർ ഇൻറ്റു h. 1/3 പൈ r സ്ക്വയർ h. തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ഈ വേണ്ട കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. r സ്ക്വയർ, റേഡിയസ് അവിടെ 12 ആണ്. അപ്പോൾ 12 ഇൻറ്റു 12 ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി താഴെ കിടക്കുന്ന 3ഉം മേലത്തെ 12 അല്ലെങ്കിൽ 18 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഞാനിവിടെ 18 ക്യാൻസൽ ചെയ്യാണ്. 6 തവണ എഴുതിയ ആൻസർ. അപ്പോൾ പൈ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 6 ഇത്രയ്ക്കും സെൻറ്റിമീറ്റർ ക്യൂബാണ് ഏതിൻ്റെ വോള്യൂം? കോണിൻ്റെ വോള്യൂം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ബി ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് ദ വോള്യൂം ഓഫ് 1 സ്പിയർ? ഇപ്പോൾ ഇത് ഉരുക്കിയതിന് ശേഷം നിർമ്മിക്കുന്ന സ്പിയറിൻ്റെ വോള്യൂം, ഒരു സ്പിയറിൻ്റെ വോള്യൂമാണ് ചോദിച്ചിരിക്കുന്നത്. വോള്യൂം ഓഫ് സ്പിയർ ഞാൻ VS എന്ന് കൊടുക്കുകയാണ്. അതിന് 4/3, ഫോർമുല 4/3 ഇൻറ്റു പൈ ഇൻറ്റു r ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു r ക്യൂബ്. റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം: 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ 3യും 3യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് ഞാനൊന്ന് പൈ ആദ്യം എടുത്ത് എഴുതുന്നുണ്ട്. പൈ ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 3 അത്രയ്ക്കും സെൻറ്റിമീറ്റർ ക്യൂബാണ് ഏതിൻ്റെ വോള്യൂം വരുന്നത്? സ്പിയറിൻ്റെ വോള്യൂം. ഇനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്പിയേഴ്സ്. ഈ സോളിഡ് കോൺ ഉരുക്കിയതിന് ശേഷം നിർമ്മിക്കുന്ന സ്പിയേഴ്സ് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അടുത്തത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ C ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ എത്ര എണ്ണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആകെ നമ്മളുടെ ഉണ്ടായിരുന്നത് സോളിഡ് കോണാണ്, മെറ്റൽ കോൺ. ഈ കോണിൻ്റെ വോള്യത്തിനെ ഒരു സ്പിയറിൻ്റെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കിട്ടും. അപ്പോൾ ഞാൻ എഴുതുകയാണ് number of spheres കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. വോള്യൂം ഓഫ് കോണിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? വോള്യൂം ഓഫ് 1 സ്പിയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ വോള്യൂം ഓഫ് കോൺ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പൈ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ താഴെ വോള്യൂം ഓഫ് സ്പിയർ പൈ ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 3. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. 4 12 3 തവണ, 3 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 3 12 4 തവണ പയ്യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആൻസർ വരാൻ പോകുന്നത് എത്രയാണ്? 24. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. എത്ര സ്പിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ